ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. നമ്മുടെ മുഖം വെളുപ്പിക്കുകയോ തല കറുപ്പിക്കുകയോ ചെയ്യുകയല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കാൽമുട്ടിൻ്റെയും കൈമുട്ടിൻ്റെയും ഒക്കെ കറുപ്പുകളൊക്കെ മാറ്റുന്ന അടിപൊളി കിടുക്കാച്ചി ടിപ്പുമായിട്ടാണ് വന്നത്. സുപ്പുവിൻ്റെ താന്ത്രിക വിദ്യകളിലൂടെ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. സുപ്പു വേറെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സംഭവങ്ങളാണ്. കിടുക്കാച്ചി ഐറ്റങ്ങളാണ് കേട്ടോ. എൻ്റെ മാത്രം മാന്ത്രിക വിദ്യകളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. കൈമുട്ടെന്നല്ല, നമുക്ക് നമ്മുടെ ഈ ഇവിടൊക്കെ തേക്കും കേട്ടോ. ഈ കൈയുടെ ഇവിടൊക്കെ വിരലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചിലർക്കൊക്കെ കറുപ്പുകളൊക്കെ വരത്തില്ല, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. നല്ല വ്യത്യാസം നമുക്ക് കിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയാൽ. ആഴ്ച 2 പ്രാവശ്യമൊക്കെ നിങ്ങൾ 2 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. എന്നല്ല നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റത്തുള്ളൂ. 2-3 പ്രാവശ്യം ഇന്ന് പുരട്ടിയാൽ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ പുരട്ടണം, മറ്റന്നാളും ചെയ്താൽ മതി. എന്നും പുരട്ടിയാലും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ, ഒരു കുഴപ്പമില്ല. നമ്മുടെ മുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആവും. നിങ്ങൾ ഇന്ന് തന്നെ ഇത് ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റ് ആവും. നമ്മൾക്ക് നല്ല വ്യത്യാസം കിട്ടുന്നത്. അത് വീണ്ടും വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയതിൻ്റെ സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവരും അമ്പോറ്റിയിലൊക്കെ പോയോ? എല്ലാവരും അമ്പോറ്റിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചോ? ഇന്ന് ചിങ്ങം ഒന്നല്ലേ. എല്ലാവർക്കും ചിങ്ങം ഒന്നിൻ്റെ ആശംസകൾ സുപ്പുവിൻ്റെ കേട്ടോ. എല്ലാവരും അമ്പോറ്റിയിലൊക്കെ എൻ്റെ കാര്യവും പറഞ്ഞെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഇവിടെ ഇരുന്ന് രാവിലെ മുതൽ അച്ചി എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ ചെന്ന് എൻ്റെ കാര്യവും പറഞ്ഞെന്നൊക്കെ മനസ്സിനകത്ത് വെറുതെ എങ്കിലും ഒരു മോഹം വന്നു. നേരാണോ എന്തോ എല്ലാവരും കമൻറ്റ് ചെയ്തേക്കണം പോയേ കേട്ടോ. ഇന്നാൾക്ക് നമ്മുടെ ലതിക ചേച്ചി സത്യജായത് മുടി വളർത്തുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ലതിക ചേച്ചി ആണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു സുപ്പുവിനെ മുടി വളരട്ടെന്നും പറഞ്ഞു. എന്തായാലും എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അന്നത്തെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് തോന്നുന്നു. എൻ്റെ ലതിക ചേച്ചി കണ്ടിട്ടില്ല, ഈ വീഡിയോയ്ക്കകത്തൂടെ ഒക്കെ കണ്ടിട്ടുള്ളേ ഉള്ളൂ. എന്നാലും അങ്ങനെ ഒരു മനസ്സൊക്കെ വന്നല്ലോ സുപ്പുവിന് വേണ്ടി, ഒരു മുടിയുടെ കാര്യത്തിന് വേണ്ടി ഭഗവാനോട് ചെന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എന്താ സന്തോഷമെന്നറിയാമോ. ഇതൊക്കെയല്ലേ ഉള്ളൂ. നമ്മൾ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും പരസ്പരം നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് അങ്ങോട്ട് പോകും ഓരോ ദിവസം കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാർ കാണും. അതൊന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. നമ്മുടെ മനസ്സിൽ പോലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് വിട്ടു പോവാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും. അത് സാരമില്ല, എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമാണ്. എല്ലാവരും അമ്പലത്തിലും നമ്മുടെ വീടുകളിൽ ഞാനും പോയില്ല. മോൻ 6:30 ട്യൂഷന് പോകണം കേട്ടോ. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. വൈകിട്ട് നമുക്ക് പോകാമല്ലോ. ദൈവം അവിടെ അമ്പലത്തിൽ തന്നെ കാണുമല്ലോ. പിന്നെ ഇവിടെ നമ്മൾ വിളക്ക് കൊളുത്തി ഇവിടെ അങ്ങ് പ്രാർത്ഥിച്ച് പിന്നെ മഹാലക്ഷ്മി ആയിട്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ കേട്ടോ. അതുകൊണ്ട് ഈ മഹാലക്ഷ്മിയെ കണ്ട് ഞാൻ തന്നെ ഇങ്ങ് സായുജ്യം അടങ്ങുക എന്ന് വെച്ചാൽ രാവിലെ കണ്ണാടിയിലൊന്ന് പോയി നോക്കും. നമ്മൾ തന്നെ അങ്ങോട്ടും നമ്മൾ മഹാലക്ഷ്മിയാണെന്നും പാർവതിയാണെന്നും പിന്നെ ആരാ ദേവിമാരുടെ പേരൊന്നും എനിക്കറിയത്തില്ല, അവരൊക്കെയാണെന്നും പറഞ്ഞ് ഞാൻ സ്വയം അങ്ങ് ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കുക എന്നെ തന്നെ കേട്ടോ. അതൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവങ്ങളാണ്. നിങ്ങൾക്കിത് അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഉറക്കപ്പായെന്ന് എഴുന്നേറ്റ് ചെന്ന് കണ്ണാടി നോക്കരുത്. അത് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും കേട്ടോ. മുഖമൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല ചിരിച്ച മുഖത്തോടെ ചെന്ന് നോക്കുക. നമ്മൾ പാർവതി ദേവിയാണെന്ന് മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് നോക്കി തൊഴുതോളൂ കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ സൂപ്പർ കിടുവായിരിക്കും. എൻ്റെ ഒരു ഇതാണ് കേട്ടോ. പാർവതി ദേവിയും ലക്ഷ്മി ദേവിയും ഒക്കെ മാറി നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം കേട്ടോ. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണാൻ പോകാം. നമുക്ക് ഇന്ന് മുഖം വെളുപ്പിക്കുകയോ നമ്മുടെ മുടി കറുപ്പിക്കുകയോ ഒന്നും ചെയ്യുവല്ല. ഇന്ന് നമ്മൾ വെളുപ്പിക്കാൻ പോകുന്ന എവിടെയാണ്? നമ്മുടെ കാൽമുട്ട് കേട്ടോ. കാൽമുട്ട് ഇപ്പം എങ്ങനെയാ? കാലിൻ്റെ മുട്ടല്ല, പിന്നെ നമുക്ക് കാലിൻ്റെ കൊലുസിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ,
കൊലുസിൻ്റെ ഭാഗത്ത് അതിന് നമ്മൾ കണ്ണെന്നൊക്കെയാണ് പറയുന്നത്. ചിരട്ടയുടെ ഭാഗമാണോ ഈ സൈഡിൽ അവിടെയൊക്കെ ചിലരുടെ ഈ തഴമ്പ് വന്ന് കറുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ ആ കൊലുസ് ഇടുന്ന ആ സൈഡിലുണ്ടല്ലോ, കാലിൻ്റെ സൈഡിൽ ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അവിടെ കറുപ്പൊന്നുമില്ല, തഴമ്പൊന്നുമില്ല. നമ്മളിവിടെ കള്ളം കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, വലിയ തഴമ്പൊന്നുമില്ല കേട്ടോ കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് കൈമുട്ടിൽ കറുപ്പുണ്ടായിരുന്നു. ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് വലിയ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. വലുതെന്നല്ല, നല്ല 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 വ്യത്യാസമുണ്ട്. ഇതിൽ നമുക്ക് കറുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കാലിൻ്റെ ഈ മുട്ടുഭാഗമല്ല ഉദ്ദേശിക്കുന്നത്, ആ കാലിൻ്റെ ആ സൈഡ് ഭാഗം കേട്ടോ, കാലിൻ്റെ പാദത്തിൻ്റെ സൈഡ് ഭാഗം. അവിടെയൊക്കെ നമുക്ക് ചിലർക്ക് ഇങ്ങനെ തഴമ്പ് വന്ന് കറുത്ത് കിടക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിലും നല്ല കറുപ്പല്ലേ ചിലർക്കൊക്കെ. അപ്പോഴിങ്ങനെയൊക്കെ ചെയ്താൽ മതി നമുക്കപ്പോൾ. ഇന്ന് അതാണ് കേട്ടോ, ഇന്ന് നമുക്ക് അത് ചെയ്യാം. അപ്പോൾ പരിപാടികളാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് 3 നമ്മുടെ കുഞ്ഞടുക്കളയിലെ 3 സംഭവങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോഴേ എളുപ്പത്തിന് നമുക്കിതുണ്ടാക്കാം. നിങ്ങൾ വേവിക്കുകയോ ഒന്നും വേണ്ട, അല്ലാതെ പച്ചയ്ക്ക് തന്നെ മിക്സ് ചെയ്ത് നമുക്കങ്ങോട്ട് വാരിപ്പരക്കാം കേട്ടോ. 3 അപ്പോൾ തൈര് വേണം, തൈര് കൂട്ടൻ വേണം, കാപ്പിപ്പൊടി കൂട്ടൻ വേണം, പഞ്ചസാര കൂട്ടൻ വേണം. അപ്പോൾ ഇവർ 3 പേരും കൂടാണ് നമ്മുടെ ഈ മുട്ടൊക്കെ അങ്ങോട്ട് വെളുപ്പിച്ച് തരുന്ന സുന്ദര കുട്ടപ്പന്മാർ കേട്ടോ. അവർ മാത്രം വെളുത്തും കറുത്തുമൊക്കെ ഇരുന്നാൽ മതി, നമുക്കും ഇച്ചിരി വെളുപ്പൊക്കെ വേണ്ടേ. കാപ്പിപ്പൊടി കുട്ടനെ ഇച്ചിരി അവനിച്ചിരി ഒരു ഇതാണല്ലോ, കളറ് വെച്ച് വേറൊരു കളറാണല്ലോ. മറ്റവർ രണ്ടും നമ്മളെ വെളുപ്പിക്കാൻ. കാപ്പിപ്പൊടി അടിപൊളിയാണ് കേട്ടോ, നമ്മുടെ മുഖത്തിനൊക്കെ നല്ല സൂപ്പർ കിട്ടുവാണ്. അവൻ ഒന്നാമനാണ് കേട്ടോ. അപ്പോഴും നിന്നെ ഞാൻ മാറ്റി നിർത്തുന്നൊന്നുമില്ല, നീയാണ് മിടുക്കൻ. ഞങ്ങൾക്കൊക്കെ ഈ ഫേഷ്യൽ ചെയ്ത് ഞങ്ങളെയൊക്കെ വെളുപ്പിക്കുന്നത് നീയാണടാ കേട്ടോ. അവനല്ലെങ്കിൽ പിണങ്ങി, അല്ലെങ്കിൽ നമുക്ക് വെളുപ്പിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അവന് പിണങ്ങിപ്പോയാലോ. അപ്പോഴും നമുക്ക് എടുത്ത് വയ്ക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ രണ്ട് കൈമുട്ടിൽ പിന്നെ കാലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേക്കാം. ഇപ്പം ഞാൻ എൻ്റെ 2 കൈമുട്ടിലാണല്ലോ കാണിക്കുന്നത്. അപ്പോഴാ 2 കൈമുട്ടിലേക്ക് നമുക്ക് ഒരു 1.25 സ്പൂണ് തൈര് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നു. ഇനി വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഒരു കുറച്ച് നമ്മുടെ പാത്രത്തിനകത്തും കിടപ്പുണ്ട്. അപ്പോഴൊരു 1.25 സ്പൂണ്. അതൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഒരു അളവൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുത്തത് അന്നേരം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴും നമുക്ക് കൂടെ തന്നെ അവസാനം ഇട്ടാൽ മതി നമ്മുടെ പഞ്ചസാര കുട്ടനെ, അല്ലെങ്കിൽ അവനങ്ങ് അലിഞ്ഞു പോകും. അപ്പോഴും നമുക്ക് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ സ്ക്രബ് മാതിരിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോഴും അവസാനം ഇട്ടാൽ മതി. പഞ്ചസാര കമ്പനിക്ക് എതിരെ നമുക്ക് കേസ് കൊടുക്കണം പിള്ളേരെ കേട്ടോ. വലിയ പഞ്ചസാര കുട്ടനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണേലും എടുക്കാം കേട്ടോ. ഏതെടുത്താലും ഒരു കുഴപ്പമില്ല. കാപ്പിപ്പൊടി എടുത്തു. അപ്പോഴത് നമുക്ക് തൈരിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഏത് കമ്പനി. നിങ്ങൾക്കൊക്കെ ഓരോരുത്തരുടെ ബ്രൂവിൻ്റെ അത്ര ഇത് കാണത്തില്ല. ഇച്ചിരി ഒരു തരിയുള്ളത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ നമുക്ക് മുഖത്തൊക്കെ ചെയ്യാനായിട്ട് ഇച്ചിരി ഒരു തരിയുള്ളതാണെങ്കിൽ നല്ല. നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ മറ്റേ ബ്രൂവിനൊക്കെ തീരെ നൈസല്ലേ, അത് വേണ്ട, ബ്രൂ വേണ്ട. ഇച്ചിരി ഒരു തരിയുള്ളത്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇച്ചിരി കൂടുതൽ ഇട്ടണമെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യണ്ടേ, സ്ക്രബ് മാതിരി ചെയ്യണ്ടേ. അപ്പോഴത്തേ നമ്മുടെ പഞ്ചസാര കുട്ടനെ ഇട്ടിട്ട് നമുക്കങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇവന്മാരെ രണ്ടിനെയും നമുക്കങ്ങോട്ട് വാരി പെരട്ടാം. അത്ര ഉളപ്പില്ലല്ലോ. പഞ്ചസാര അലിയുന്നതിന് മുന്നേ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി നേരം വെക്കൊന്നും വേണ്ട. വെച്ച് കഴിഞ്ഞാൽ ഇവൻ അങ്ങ് അലിഞ്ഞു പോകും, കുരുത്തം കെട്ട ചെറുക്കൻ. അപ്പോഴേ അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയും. പക്ഷേ എനിക്കിത് സ്ക്രബ് ചെയ്യാൻ പറ്റിയ പഞ്ചസാരയാണ്. ഈ കൈമുട്ടിൽ നമ്മുടെ മുഖത്തൊക്കെ ഇട്ടാൽ ഉണ്ടല്ലോ, മുഖത്ത് ഇട്ടാൽ നമുക്ക് ഭയങ്കര കീറി പറഞ്ഞു പോകും കേട്ടോ. നമ്മുടെ മുഖം പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. നമുക്കേ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് തേച്ച് ഞാൻ ഒരു പേപ്പർ എടുത്തുകൊണ്ട് വരട്ടെ. അല്ലെങ്കിൽ തുണിക്കകത്തായാലും കാപ്പിപ്പൊടിയായാലും ഒരു പേപ്പർ എടുത്തുകൊണ്ട് വരാം കേട്ടോ. പേപ്പർ എടുത്തുകൊണ്ട് നമ്മുടെ ഷാളിൽ പറ്റിയാലും കാപ്പിപ്പൊടിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഷാൾ എടുത്തുകൊണ്ട് വന്ന് ഇട്ടിരുന്ന കേട്ടോ. അപ്പോൾ ഷാൾ വേണ്ട, നമുക്ക് ഇത് മതി കേട്ടോ. അപ്പോൾ ആ 2 കൈമുട്ടിലും നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് ഇങ്ങനെ നിങ്ങളങ്ങോട്ട് ചെയ്യണം കേട്ടോ. ഇതങ്ങോട്ട് വാരി അങ്ങോട്ട് എൻ്റെ പഞ്ചസാരയ്ക്ക് നല്ല ഇതുണ്ട് കേട്ടോ, തരിയുണ്ട്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് വാരി അങ്ങോട്ട് പെരട്ടണം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ പോകുന്നതും കൂടെ നോക്കിക്കോണം.
ഇത് ഇങ്ങനെ അങ്ങോട്ട് 2 തരി എൻ്റെ ഇത് ഇവിടെ നമ്മുടെ കൈമുട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ പഞ്ചസാര എൻ്റെ ഇത് കേട്ടോ. ഇങ്ങനെ നമുക്കങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. ഇടുക്കാച്ചായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇന്നാളിൽ ഞാൻ എന്തോ ഒരു ഉപ്പിൻ്റെ അന്ന് ഒരുപാട് പെണ്ണുങ്ങളാണല്ലോ നമുക്കെതിരെ അങ്ങോട്ട് വാളും പരിചയമായിട്ടൊക്കെ വരുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ട് വേണം നമ്മളെയൊക്കെ പയറ്റാൻ വരേണ്ടത് കേട്ടോ. ഒരു പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ആ കായ്ക്കൊക്കെ എന്ത് മാറ്റം ഉണ്ടാവുമെന്നറിയാവും. അപ്പോൾ ആ ഉപ്പിൻ്റെ ഇത് ചെയ്തപ്പം കളിയാക്കി പറയുക മീനിൻ്റെ ചെതുമ്പൽ മാറാനാണ്. സത്യം ഞാൻ എന്താ മന്ദബുദ്ധിയാണോ? മീനിൻ്റെ ചെതുമ്പിൽ മാറാന്, മീൻ ക്ലീൻ ചെയ്യാനല്ലേ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നതെന്ന് അവരുദ്ദേശിക്കുന്നത്. നമുക്കറിയാൻ വയ്യാത്തതിൻ്റെ കൂട്ട് നമ്മളെ പൊങ്കാല ഇടുക. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ. അത് നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. അതും നല്ല നമുക്ക് നല്ല ഇത് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ്. എനിക്ക് അതൊക്കെ ചെയ്ത ഇത്രയും വ്യത്യാസം വന്നേ ഉപ്പിൻ്റെ കേട്ടോ. കിടുവാണ് അതും. കൈ അഴിക്കും കേട്ടോ. ഇങ്ങനെ ഇത്തിരി നേരം ഇങ്ങനെ ഇടുമ്പോൾ ഇത്തിരി നേരം നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്തിട്ട് പിന്നെ അങ്ങ് വെറുതെ വെക്കണം കേട്ടോ. കൈ കഴിക്കുന്നത് ഒന്നാമത്തെ കാര്യം. കൈയുടെയൊക്കെ ഷോൾഡറൊക്കെ ഭയങ്കര വേദനയാണ് പിള്ളേരെ, ഒന്നും പറയണ്ട. ഇന്നലെ കാലിൻ്റെ കിറുന്ന് പറയുന്ന കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. കുറച്ച് പേരൊക്കെ അവർക്കും ഉണ്ട് ഈ അവസ്ഥ. പിന്നെ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരുമെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും കിറും ഉണ്ട് എൻ്റെ കാലിൽ കേട്ടോ. കാലിൻ്റെ മുട്ടയിൽ ഇങ്ങനെ 2 ഭാഗത്ത് നമ്മൾ ചെയ്യണം കേട്ടോ. എനിക്ക് ബാക്കിയില്ല. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ബാക്കിയില്ലാത്തത്. എവിടെയെങ്കിലും നിന്നായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നേനെ കേട്ടോ. ഇങ്ങനെ നമ്മൾ ആ ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ മുതുകൊക്കെ വേദന എടുക്കുന്നു. ഇത് ഇങ്ങനെ ഈ വശത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ വശം നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നതല്ലേ കൈയും കൊണ്ട്. ഇടതുവശം നമുക്ക് എപ്പോഴും നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ കേട്ടോ. എല്ലാവരും രാവിലെ അമ്പൂറ്റിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചോ. എനിക്കിതേ പിച്ചിക്കുട്ടനെ ഇഷ്ടം പോലെ പിച്ചിപ്പൂ തന്നു. രാവിലെ അതങ്ങോട്ട് കെട്ടി വെച്ച് 1-ാം തീയതിയൊക്കെ ഇല്ലേ അങ്ങോട്ട് ഇരിക്കട്ടെന്ന് വിചാരിച്ച് തലയിൽ ഫ്രിഡ്ജിനകത്ത് ഒത്തിരി ഇരിക്കുന്നു. ഇനി പിച്ചിപ്പൂ വേണ്ടവർ വന്നോളൂ, സുപ്പ് തരാം കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് പുരട്ടിക്കോ നിങ്ങൾ. ഞാൻ ഒരു പുരട്ടി ഇത് നമുക്കൊരു 20 മിനിറ്റ് ഇരുന്നിട്ട് ഇത് കഴുകി തേക്കാം. നമ്മുടെ മുട്ടുഭാഗം മാത്രമല്ല കേട്ടോ, മുട്ടുഭാഗം മാത്രമല്ല നിങ്ങൾ കയ്യിൽ അമ്പാടും ചെയ്തു കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പിന്നെ കൈയുടെയും കാലിൻ്റെയും മുട്ടിനെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ കൈ ഫുള്ളേ ചെയ്യാം. നമ്മുടെ ഈ ഇവിടൊക്കെ ഉണ്ടല്ലോ, ഇവിടൊക്കെ നന്നായിട്ട് പുരട്ടിക്കും. ഇത് ഇങ്ങനെ നമുക്കൊരു ചിലർക്കൊക്കെ ഈ നമ്മുടെ വിരലിൻ്റെ അവിടെയൊക്കെ ഒരു കറുപ്പൊക്കെ വരത്തില്ല. അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇത്തിരി നേരം സ്ക്രബ് ചെയ്താൽ മതി. നിങ്ങൾ പാത്രം കഴിയും തുണി കഴിയൊക്കെ നമ്മുടെ കൈ പാറമാതിരി ഇരിക്കും. ഇതൊക്കെ നമുക്ക് മാറ്റണം കേട്ടോ. വെളുപ്പിക്കണം, നല്ല സ്പോഞ്ച് പോലെ ആക്കണം കേട്ടോ. ഇതൊക്കെ ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനേ ഇങ്ങനെ ഒരു 5 മിനിറ്റ് എന്തായാലും നിങ്ങളിങ്ങനെ ചെയ്തിട്ട് മസാജ് ചെയ്യണം. എൻ്റെ പേപ്പറൊക്കെ പോയിട്ടോ ഇവിടെ എല്ലാം ആയിന്ന്. പിന്നെ 5 മിനിറ്റ് നമ്മളിങ്ങനെ ഇതിങ്ങനെ തുടരെ ഇട്ടുകൊണ്ടിരിക്കണം. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യേ കേട്ടോ. ആഴ്ച ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ട് ചെയ്യണം. പിന്നെന്താ, ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടൊന്നും മാറത്തില്ലേ. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നല്ല വ്യത്യാസം കിട്ടും നമുക്ക്. എനിക്ക് ഈ വശം ബാക്കിയില്ല കേട്ടോ. ഇങ്ങനെ ഇത് എന്ത് വ്യത്യാസം ഉണ്ടെന്നറിയാമോ? എൻ്റെ ഇന്നാളത്തേനേക്കാളും നല്ല കറുപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴുകാം കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴുകാം. 5 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്താൽ മതി കേട്ടോ. അതാവുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്താൽ മതി. ആ ഭാഗത്ത് നല്ല വലിയ പഞ്ചസാര ആയതുകൊണ്ടേ അങ്ങോട്ട് നന്നായിട്ട് അലിഞ്ഞില്ല കേട്ടോ.
നിങ്ങൾ ഇനി വലിയ അയ്യോ നമ്മുടെ പഞ്ചസാര കമ്പനിക്കെതിരെ കേസൊന്നും കൊടുക്കണ്ട കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഇതാ നല്ലത് കേട്ടോ. മുഖത്തിടാൻ വലിയ പാടാ. അന്നേരം ഒന്ന് ചതച്ചു വാരിയൊക്കെ ഇട്ടു കേട്ടോ. മുഖത്തിടാനേ എന്താ വലുതാണെങ്കിൽ നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കും നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ കേട്ടോ. ഞാനിതേ നേരെ ഒരു 20 മിനിറ്റ് നിന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. കഴുകിയിട്ട് വന്ന് കാണിച്ചാൽ പോരെ. അത്രയും നേരം ഫുള്ളിങ്ങനെ തുടയ്ക്കണം കേട്ടോ. തുടയ്ക്കുമല്ല, ഇങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ കൈയും കാലും ഒക്കെ കഴിക്കുന്നു. ഞാനിനി വെളിയിലോട്ട് പോയി നിന്ന് ഇങ്ങനെ ഒത്തിരി നേരം ഒന്ന് ചെയ്തിട്ട് നമുക്ക് വരാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാം ആയും എൻ്റെ നൈറ്റിക്കൊക്കെ ആവും. കാപ്പിപ്പൊടി ആയതുകൊണ്ടാണ് പ്രശ്നം, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യണേ. അങ്ങനെ അതേ ഞാൻ കഴുകി വന്നു കേട്ടോ. കഴുകി വന്നു. നമ്മളെ ഈ കഴിയുന്നത് എന്ത് സോഫ്റ്റ് ആവുമെന്ന് അറിയാം. നിങ്ങൾ ചെയ്ത് നോക്കേ. ഞാൻ ഈ പറയുമ്പം തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. നമ്മുടെ ഈ മുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. എന്താ സുഖം എന്നറിയാം. നമുക്ക് ആ തൊടുമ്പം തന്നെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോഴേ തുടരെ ചെയ്ത് എന്ത് നമുക്ക് നല്ല വ്യത്യാസം കിട്ടുന്നത്. എന്തെന്നാ നമ്മൾ സാധാ നമ്മുടെ ശരീരത്ത് അവിടെ ഇവിടെയൊക്കെ തൊടുന്നതിൻ്റെ കൂട്ടല്ല, നമ്മൾ ഇത് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് തൊട്ട് നോക്കേ. നിങ്ങളങ്ങ് തടവി നോക്കേ. നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ആ മുട്ടൊക്കെ കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ അടിപൊളി കിടുക്കാച്ചി ഒരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കൂ. അതോ ചുമ്മാ പറയും എന്നെ കളിപ്പിക്കൂ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേല. വെറുതെ എന്നെ കളിപ്പിക്കാനായിട്ട് ചുമ്മാ നിങ്ങൾ എന്നെ കളിപ്പിക്കാമെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. ഇതൊന്നും നോക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്ത് എനിക്ക് നല്ല വ്യത്യാസമുണ്ട്, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നോ അങ്ങോട്ട് ചെയ്യും കേട്ടോ. എനിക്ക് ഇപ്പം നമ്മൾ തുടച്ചതല്ലേ, തുണി വെച്ച് തുടച്ചില്ല കേട്ടോ. നല്ല വ്യത്യാസം കിട്ടും. അപ്പോഴും നിങ്ങളിത് നമ്മുടെ ഈ വിരലിൻ്റെ ഇവിടെയും എല്ലായിടവും ഇട്ടോളൂ കേട്ടോ. വിരലിൻ്റെ ഇവിടെ നമുക്കൊരു ചെറിയൊരു കളർ വ്യത്യാസം നമുക്ക് തോന്നത്തില്ല. അപ്പോഴും ആ വിരലിൻ്റെ അവിടെ ഒക്കെ നമുക്ക് ഇടാം കേട്ടോ. ദേ ഇവിടെ ഒക്കെ ഇടാം കേട്ടോ. എല്ലാവരും ഇട്ടൊക്കെ നോക്കണം. ഇട്ട് നോക്കുകയല്ല, ചെയ്ത് നോക്കണം. നല്ല സുന്ദരം കൈയും കാലും ആവട്ടെ നമ്മുടെ എല്ലാവരുടെയും അല്ലേ. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോഴും മുഖം മാത്രമൊന്നും മിനിക്കാൻ പോരല്ലേ. നമ്മുടെ തലമുടിയൊന്നും കറപ്പിച്ചാലും പോരെ. നമ്മുടെ കാലും കൈയും അതുപോലെ നമുക്ക് സൂക്ഷിച്ചു കൊണ്ട് നടക്കണ്ടേ. കാലും കൈയൊക്കെ ആരെങ്കിലുമൊക്കെ കാലും കൈയൊക്കെ നോക്കുമ്പം തന്നെ അതിനൊരു ചന്തമൊക്കെ വേണ്ടേ അല്ലേ. അതാണ് നമ്മളൊക്കെ നോക്കുന്നത്. നേരത്തെ സത്യം പറഞ്ഞ് ഞാനും എൻ്റെ കാലും കൈയൊന്നും നോക്കും. എന്താ ഇങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴങ്ങനെ ഈ കറുപ്പൊക്കെ കാണുമ്പോൾ അപ്പോഴും നമ്മൾ പെണ്ണുങ്ങളല്ലേ, രണ്ടുപേര് കൂടുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യത്തില്ലേ. എല്ലാം നമ്മൾ ചർച്ച ചെയ്യും. നിനക്കുണ്ടോടി, എനിക്കും ഉണ്ടടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു. പക്ഷേ ഇതിന് നമ്മൾ എന്താ ചെയ്യണ്ടേന്നോ നമ്മളും പറയുന്നില്ല, അവരും പറഞ്ഞു തരുന്നില്ല. അപ്പോഴിങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോരോ അമ്മാവൻ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ നമുക്ക് അങ്ങോട്ട് കാണിച്ച് തരാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോഴും നമ്മളും ഇപ്പം ഇങ്ങനെയൊക്കെ കണ്ട് നല്ല അടിപൊളി കിടുക്കാച്ചി എന്തൊക്കെ താന്ത്രിക വിദ്യകളാണ് ഉള്ളത്. പക്ഷെ എല്ലാം നല്ല റിസൾട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. കാണിക്കുന്നതാണെങ്കിലും നമ്മൾ കാണിക്കുന്നതാണെങ്കിലും നമ്മൾ പരീക്ഷിച്ച് നോക്കി വിജയിച്ച സംഭവങ്ങളാണ് മറ്റുള്ളവരിലേക്ക് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓടിച്ചിട്ട് അടിക്കാൻ ഒത്തിരി പേടിയും പിള്ളേരെ കേട്ടോ. പൊട്ടാഷ്യനൊക്കെ കൊടുത്ത് നമ്മളെ തല്ലിക്കും. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് അപ്പോഴും നമ്മൾ എന്താ ഞാനീ ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ കറുപ്പിലോ വെളുപ്പിലോ ഒന്നും നമുക്ക് ഒരു വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഞാൻ പറയത്തില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് വെളുത്ത് പാറിപ്പോകുന്നൊന്നും നമ്മൾ പറയത്തില്ല. നമുക്ക് നല്ല മുഖത്തിന് നല്ല മുഖമൊക്കെ ക്ലീൻ ആവും, നല്ല സോഫ്റ്റ് ആവും. നേരത്തെ പാറ പോലെ ഇരുന്ന സുപ്പുവിൻ്റെ മോന്തയൊക്കെ ഇപ്പം നല്ല സോഫ്റ്റായി. നമ്മൾ തൊടുമ്പം തന്നെ ഇങ്ങനെ പ്ളാന്നും പറഞ്ഞു പോകുന്നു. വെളുത്ത് തുടുത്ത് പോകുന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. വെളുത്ത് തുടുത്ത് പോകുന്നതിനോടൊന്നും ഞാനും അത്ര യോജിക്കുന്നൊന്നുമില്ല. അപ്പോഴേ നമുക്ക് നല്ല മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആവും, ക്ലീൻ ആവും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ താന്ത്രിക വിദ്യകൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോഴെല്ലാവർക്കും നല്ല ശരീരമൊക്കെ ആവട്ടെ. ശരീരം എന്ന് വെച്ചാൽ
അതല്ല, എന്താ നല്ല നമ്മുടെ സോഫ്റ്റ് ആയിട്ടും ഒക്കെ ഇരിക്കും നമ്മുടെ കൈയും കാലും ഒക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോഴേ എന്താ നമ്മുടെ സൂര്യനമ്മ അവനെ ഇന്നും കണ്ടതേയില്ല. രാവിലെ മുതൽ ഇങ്ങനെയൊക്കെ നിൽക്കുമോ, മഴയും ഇടയ്ക്കിടയ്ക്ക് ചന്നം ഭിന്നം മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസം എല്ലാവരും തമ്പുരാനെയൊക്കെ വിളിച്ച് ഉന്തിത്തള്ളി അങ്ങോട്ട് മുൻപോട്ട് പോവുകയാണ്. പൊന്നു തമ്പുരാനെ 1-ാം തീയതിയാണ്. അപ്പോഴേ അടുത്ത ചിങ്ങമാസം പിറക്കുന്നത് വരെ എല്ലാവർക്കും തമ്പുരാനെ എന്താ ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ അല്ലേ. നമുക്ക് ഇതൊക്കെയുള്ളൂ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ. വെള്ളപ്പൊക്കവും അതും നമ്മുടെ ഇതൊക്കെ അങ്ങ് മാറ്റി കൊടുക്കണേ പൊന്നു തമ്പുരാനെ. എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴവർക്കൊക്കെ തമ്പുരാന് നല്ലത് മാത്രം കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈറൽ പായ്ക്ക് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോഴതുവരെ എല്ലാവർക്കും തമ്പുരാൻ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ.